ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആണ് ഇത്. ചെറിയൊരു റാൻറ്റാണ്, എന്താണെന്നറിയാൻ പാടില്ല. കുറച്ച് ദിവസമായി ഡെസ്പായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് സോഷ്യൽ നോംസ് പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൂടെ കൂടിച്ചേർന്നൊരു ഇപ്പോൾ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സങ്കടം. അപ്പോൾ 2-3 ദിവസം മുമ്പ് മേ ബി ഒരാഴ്ച മുമ്പ് ആയിരിക്കാം, US ഒരു ഇന്ത്യൻ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ്, ഒരു പഞ്ചാബി, ഒരു ആക്സിഡൻറ്റ് വരുത്തി. റോങ് ടേൺ എടുത്തിട്ട് ഒരു ട്രക്ക് ഡ്രൈവറാണ്, ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ്. എങ്ങനെയോ കാലിഫോർണിയൻ ലൈസൻസ് കിട്ടി ആക്സിഡൻറ്റ് വരുത്തിയതാണ്. ഒരു ഫാമിലി മുഴുവൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ ട്വിറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം എന്താ പറയാന്നറിയില്ല, എക്സിൽ കുറേ ഇന്ത്യൻസിനെ കുറിച്ചും, അതിന് മുമ്പ് തന്നെ നമ്മുടെ ട്രംപും, അതായത് അമേരിക്കയും ഇന്ത്യയായിട്ടുള്ള ചെറിയ ഡീലിങ്സുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് ആളിക്കത്തി. അപ്പോൾ ഞാനൊരു പെണ്ണിൻ്റെ ഒരു ട്വീറ്റ് എന്ന് പറയാമെന്ന് അറിയില്ല, എക്സിലെ ഒരു മെസ്സേജ് കണ്ടു. ആ മെസ്സേജ് കണ്ടപ്പോഴേക്കും എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു സാഡ്. അപ്പം എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുകൊണ്ട് ഞാൻ തിരിച്ചൊരു ഇത് അയച്ചു. പക്ഷെ നമ്മളൊക്കെ എന്ത് റീച്ച് കിട്ടും, നമുക്ക് എന്ത് കണ്ട് എന്ത് റിപ്ലൈ തരാനായിട്ട്. അപ്പോൾ ഞാൻ ആ പെണ്ണ് മെസ്സേജ്, രണ്ടാമത്തെ ഒരു മെസ്സേജ് ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോഴേക്കും അതിലാ പെണ്ണ് പറയണ കേൾക്കുമ്പോഴേക്കും നമുക്കൊരു നാണക്കേട് വരുന്ന രീതിയിലാണ്. എന്ത് പറയാനായിട്ടാണ്, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഡീമനൈസ് ചെയ്യുന്ന രീതിയിൽ. ഒരു വിധത്തിൽ സത്യമുള്ള കാര്യം, ഞാൻ ഇന്നലെ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മമ്മിയുടെ വീട്ടിലോട്ട് വന്ന വഴിക്ക് എസ് എൻ ജംഗ്ഷനിൽ ക്യൂവിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ എസ് എൻ ജംഗ്ഷനിലെ ഇതില്ല, എന്താ പറയുക, സിഗ്നല്, ക്യൂവിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ക്യൂവിൽ കിടന്ന ടൈമിൽ എല്ലാവരും സ്ട്രെയിറ്റ് ലൈനിൽ പെർഫെക്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് ക്യൂവിൽ നിൽക്കുകയാണ്. ഒരു യെല്ലോ ബോർഡ് കൊണ്ടുവന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച്, ഞാൻ ആരെ കുറ്റം പറയുകയല്ല, പക്ഷെ പറയാണ്ടിരിക്കാനും പറ്റില്ല, ലോഡ് കൊണ്ടുവന്ന് ഇങ്ങനെ ഫ്രണ്ടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെന്തോ ബിസി ആയിട്ട് പോകണമൊക്കെ സമ്മതിച്ച് അവർക്കതിൽ ഫൈൻ കിട്ടി പോട്ടെ. പക്ഷെ അതിൻ്റെ പുറകിൽ കൊണ്ടുപോയി വെച്ച ആളാണ് എനിക്ക് പ്രശ്നമായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ വണ്ടിയായിരുന്നു, നല്ലൊരു 10-20 ലക്ഷം രൂപയുള്ള ഒരു ഡോക്ടറിൻ്റെ വണ്ടി. ഇത്രയും പഠിച്ച ആൾക്കാർക്ക് സിവിക് സെൻസ് ഇല്ലെന്ന് പറയുമ്പോഴേക്കുമാണ് നമുക്ക് സങ്കടം തന്നെ. അപ്പോൾ ഈ പെണ്ണിൻ്റെ രണ്ടാമത്തെ മെസ്സേജ് ഞാൻ വായിച്ചപ്പോൾ അത് തന്നെ കാണിക്കണം, വെൽ എഡ്യൂക്കേറ്റഡ്, വലിയതെന്ന്. അത് സർക്കാസമായിട്ട് പറയുന്നതാണ്, പക്ഷെ നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് അല്ലേ, നമ്മൾ വലിയ എന്താ പറയുക, പഠിത്തവും ഇതൊക്കെ പഠിച്ചിട്ട് വലിയ ഡോക്ടർമാരൊക്കെ ആയിട്ട് എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് നമ്മൾ തന്നെ തെറ്റ് കാണിക്കുക. അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന വണ്ടി ഓട്ടോറിക്ഷ വെച്ചു, രണ്ടാമത്തെ ആൾ ഡോക്ടറാണെന്ന് വെച്ചു, പിന്നെ അങ്ങ് പോരല്ലോ. അത്രയും നേരം മര്യാദക്ക് ലൈൻ കീപ്പ് ചെയ്ത് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാർ കുത്തിക്കയറ്റി. അപ്പോൾ മിക്കപ്പോഴും ഇത് സംഭവിക്കുന്ന യെല്ലോ ബോർഡുകാരോ ഇല്ലെങ്കിൽ ബൈക്കേഴ്സോ കൊണ്ടുവന്ന് വട്ടം കയറ്റിക്കും. അത് കണ്ടിട്ട് ഓരോരുത്തരും ഓരോ അയവൻ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അങ്ങനെ കൊണ്ടുവന്ന് വെക്കണം. ഇതേപോലെ തന്നെ ഞാൻ എന്താ പറയുക, ഈ നമ്മുടെ വെല്ലുമ്പലത്തിൻ്റെ അവിടെ ഒരു വണ്ടി കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ എന്തോ ആ കടയുടെ പാർക്കിംഗ് ആണ്, മേലെന്തോ സാധനം വാങ്ങാൻ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങളുടെ വട്ടം കയറ്റി ഒരു വണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കുക. അതൊരു 10-30 ലക്ഷം രൂപയുടെ കാറാണ്. ഏത് കാറാന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ആ പുള്ളിയുടെ അടുത്ത് സംശയം, നിങ്ങൾ എന്തിങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് പറയുമ്പോഴേക്ക് പുള്ളി പറയുക, എന്ത് എഡ്യൂക്കേഷനായിട്ട് എന്താ കാര്യം, ഞാൻ പുറത്തിട്ട് കഴിഞ്ഞാൽ എന്താ ഫൈൻ അടിച്ച് തരും എന്ന് പറയാം. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറി പെയ്യാൻ പാർക്ക്, ഒരു 200 മീറ്റർ മാറിയിട്ട് പെയ്യാൻ പാർക്ക് ഉണ്ട്, പെയ്യാൻ പാർക്കിൽ ഇടാൻ പാടില്ലേ. എന്താ പറയുക, സിവിക് സെൻസ് എന്ന് പറഞ്ഞ സംഭവം വളരെ കുറവ്. നമ്മുടെ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പോലുള്ള ആൾക്കാർ, ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാർ ഓരോന്നും പറയുമ്പോഴേക്ക് അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഞാനൊക്കെ പണ്ട് എന്ത് മാറ്റാനായിട്ട്. പക്ഷെ എനിക്ക് സങ്കടം വന്നു ആ വീഡിയോയുടെ. നമ്മൾ ഇത്രയും ബില്യൺ, എത്രയോ പേരാണ്, ഏറ്റവും പോപ്പുലിസ്റ്റ് കൺട്രിയാണ്, അത്രയും പേര് ഒറ്റടക്കം ചെറിയ ആൾക്കാരുകൾ എന്താ ചെയ്യുന്ന തെറ്റുകൾ കാരണം കൊണ്ട് അത്രയും പേരാണ് ഇൻസൾട്ടാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അയൽവക്കക്കാർ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാവില്ലേ, നമ്മൾ അങ്ങനെയാണെന്ന് പറയാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കില്ലേ. അതേപോലെയാണ് നമ്മുടെ കൺട്രികൾ, മറ്റുള്ള കൺട്രിക്കാർ നമ്മുടെ ഇന്ത്യക്കാരെ എന്താ പറയുക, ഇതേപോലെ ഒരു ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് ഭയങ്കരമായിട്ട് ഡിമീനിങ് ചെയ്തുള്ള വേർഡുകൾ യൂസ് ചെയ്ത് നമ്മളെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഒരു ഇന്ത്യൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. എനിക്കത് പറയാനായിട്ട് അർഹതയുണ്ട്. കാരണം മിക്ക ആൾക്കാരും ഇപ്പോൾ ഫോറിൻ കൺട്രീസ്, എൻ്റെ വൈഫ് ഫ്രാൻസിലായിരുന്നു, യൂറോപ്യൻ കൺട്രി മുറൊക്കെ സഞ്ചരിച്ചിട്ടുള്ളതാണ്. എൻ്റെ സിസ്റ്ററിലോ കാനഡയിലാണ്. ഞങ്ങളുടെ മിക്ക ഫ്രണ്ട്സുകളും ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരാണ്. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ഈ നാട്ടിൽ നിന്ന് പല നാടുകളിൽ നിന്നും ബാംഗ്ലൂരിൽ വന്ന് കിടന്നിട്ട് അവിടെ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ പണ്ടത്തെ എൻ്റെ ഒരു തലമുറ, അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പത്തെ തലമുറ ഫോറിൻ കൺട്രീസിലും മറ്റുള്ളതും പോകണത് ജീവിക്കാൻ വേണ്ടി പോണതാണ്, കാശുണ്ടാക്കി. ഇപ്പം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പോണത്. ചില ആൾക്കാരുകൾ, ഞാൻ എല്ലാവരും കുറ്റം പറയുമല്ലോ, കുറേ മെജോറിറ്റി ആൾക്കാർ നല്ല ആൾക്കാരാണ്. ചില ആൾക്കാർ പോണത്
ഒന്നല്ലെങ്കിൽ പാരൻസുകളുടെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റെജീമിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് എസ്കേപ്പ് പോകാനായിട്ട് ഇതിനാണ് പോണത്. അവിടെ ചെന്ന് പക്ഷെ നമ്മൾ പഠിച്ചതും വളർന്നതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിലായതുകൊണ്ട് നമ്മളിത് അവിടെ ചെന്ന് കാണിക്കുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നു. എൻ്റെ വൈഫ് ഫ്രാൻസിലും മിക്ക സ്ഥലങ്ങളിലും പോകുമ്പോൾ പറയണേക്കണം ഇന്ത്യക്കാരെ കുറിച്ച് പറയണത്. ഇന്ത്യക്കാരെ മാത്രമല്ല, മേജർ കൺട്രി ഇപ്പോൾ ഉള്ള പുതിയ ജനറേഷനെ പിള്ളേരെ കുറിച്ച് പറയണത്. ബാക്കി എല്ലാവരും അവിടെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് കാശുണ്ടാക്കി തന്നെ ജീവിക്കും. ഇപ്പോഴത്തെ പിള്ളേരുകൾ പോയിട്ട് അവിടെ കിടന്ന് കാണിക്കുന്ന ചില പിള്ളേരുകൾ കാണിക്കുന്ന കാര്യം പോയി നമുക്ക് സങ്കടവും. നമ്മളത് ഫുൾ ഇന്ത്യനാണ് കേൾക്കണം. മിക്ക കൺട്രീസും, യൂറോപ്പ് മിക്ക കൺട്രീസിലും അതെ, പിന്നെ അമേരിക്കയിലും അതെ, കാനഡയിലും അതെ, ഇതൊക്കെ തന്നെയാണ് സംഭവം. പിന്നെ അവരെങ്ങനെ പറയാണ്ടിരിക്കും? നമ്മുടെ നാട്ടിൽ വന്നിട്ട് വേറൊരു ആൾക്കാർ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോൾ നമ്മൾ അവരെ പറയില്ലേ? അതേപോലെ തന്നെ അവർ കാണിക്കുമ്പോൾ പറയും. നമുക്കെന്ത് പറയാൻ പറ്റും? പക്ഷെ പറയുമ്പോഴേക്കും ഇത്രയും പേരൊക്കെ നമ്മൾ മര്യാദക്ക് ജീവിച്ച് നമ്മുടെ ഫാമിലിനെ നോക്കി നമ്മൾ ജീവിക്കുന്ന ആൾക്കാർ നമ്മളെയും കൂടി ഇൻസൾട്ട് ചെയ്ത് നമ്മുടെ കൺട്രീനെ ഇൻസൾട്ട് ചെയ്ത് പറയുമ്പോഴൊക്കെയാണ് എനിക്ക് സങ്കടം വരുന്നത്. ഇത്ര എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് സാധാരണ ഒരു സിവിക് സെൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് സങ്കടങ്ങളാണ്. പിന്നെ പാരൻസുകളെയും കുറ്റം പറയണം. പാരൻസുകളുടെ അനാവശ്യമായിട്ടുള്ള പ്രഷറുകളും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാരണം കൊണ്ടാണ് മിക്ക പിള്ളേരും എസ്കേപ്പായി പോകാനായിട്ട് നോക്കുന്നത്. സത്യമുള്ള കാര്യമാണ്. എൻ്റെ മെജോറിറ്റി ഓഫ് എൻ്റെ വൈഫിൻ്റെ കാലഘട്ടത്തിലുള്ള, എൻ്റെ സിസ്റ്ററിൻ്റെ കാലഘട്ടത്തിലുള്ള പിള്ളേരെല്ലാവരും കുറേയൊക്കെ പോകുന്നത് ഈ പാരൻസുകളിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പുതിയ ലൈഫ് സ്റ്റൈലിനോട് താല്പര്യം, അതിപ്പോൾ എന്താണെന്ന് നമ്മൾ പറയണ്ടല്ലോ, ഇവിടെയൊക്കെ താല്പര്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇത് അവിടെ ചേർന്ന് കാണിക്കുമ്പോഴേക്കും കുറേ പിള്ളേർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ കുറേ പിള്ളേർ കുറേ പൊട്ടത്തരങ്ങളും കുറേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കാണിച്ച് അവിടെ ചിത്തപ്പരുണ്ടാക്കി വെക്കുക. ഓസ്ട്രേലിയയിൽ നമുക്ക് ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. മിക്ക യൂറോപ്യൻ കൺട്രീസിലും ഇന്ത്യക്കാർക്ക്, ഇപ്പോൾ ജോർജിയയിലൊക്കെ എന്നാ പ്രശ്നമെന്ന് അറിയാമോ ഇന്ത്യക്കാർക്ക്? മിക്കുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ പല്ലിടെ കുത്തി നാറ്റിക്കുവാണ്. എന്ത് ചെയ്യാനായിട്ടാണ്? ഒരു കാര്യമില്ല. കുറേയൊക്കെ പാരൻസ് പ്രശ്നം നമുക്ക്. പിന്നെ പൊളിറ്റിക്സ്, നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ടാ? ഇവിടെ മര്യാദക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സാധാരണ ഇതൊക്കെ എടുത്ത് ജീവിക്കുക. പക്ഷെ ഒരു ബിസിനസ് തുടങ്ങി തന്നെ എന്തോരം ലീഗൽ ട്രബിൾസ് ആണ്. അതുമാത്രമല്ല, മിക്ക ആൾക്കാരും കണ്ടവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താ പറയുക, ഫോറിൻ കൺട്രീസിന് വേണ്ടി വരും. നമ്മൾ സർവീസ് സെക്ടറാണ് ബെറ്റർ ആയിട്ടിരിക്കുന്നത്. IT ഫീൽഡ് ആയാൽ പോലും അതും മിക്ക നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റാർട്ടപ്പിൽ അങ്ങനെ കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മളതെല്ലാം കുറേയൊക്കെ തരണം ചെയ്ത് വരുന്നുമുണ്ട്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ 5 വർഷം കൂടുമ്പോഴേക്കും ജയിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷെ നമ്മൾ ബേസിക്കലി നമ്മൾ ഇൻഡിവിജ്വൽസായിട്ട് നോക്കുമ്പോഴേക്കും ഇൻഡിവിജ്വൽസിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറ്റം പറഞ്ഞാൽ എന്താ കാര്യം? നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതാണ് എനിക്ക് ആ ഫോട്ടോ, എന്താ പറയുക, ഫോട്ടോ അല്ല, എന്താ പറയുക, ആ ട്വീറ്റ് കണ്ടപ്പോഴേക്കും എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഞാനൊരു എന്താ പറയുക, ഇന്ത്യനെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് അത് കണ്ടുമ്പോഴേക്കും ഭയങ്കര സങ്കടം. അപ്പോൾ അത് എന്തോ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിലിരുന്ന് വീഡിയോ എടുത്ത് ആരെയും കോപ്പി ചെയ്യണം, ഇമിറ്റേറ്റ് ചെയ്യണമല്ല കേട്ടോ. വീട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ പെണ്ണും പിള്ളേർക്ക് പ്രശ്നമാണ്. അവിടെ എന്തൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കണത്? നമുക്ക് നമ്മുടെ ഫാമിലി എന്താ പറയുക, വ്ളോഗിങ് പോലെ. അപ്പം അത് മതി. പക്ഷേ ചില കാര്യങ്ങൾക്ക് നമുക്ക് സങ്കടമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ തുറന്നു പറയണ്ടേ? ഓക്കെ, എൻ്റെ വീഡിയോ ആരും കാണാൻ പോകുന്നില്ല, അത് 100% ഉറപ്പാണ്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം തുറന്നു പറയുമ്പോഴേക്കും പ്രശ്നമില്ല. വീട്ടിൽ വൈഫ് ചിലപ്പോൾ സമ്മതിക്കില്ല, പിന്നെ വാവൻ കിടന്നിറങ്ങി. പിന്നെ ഞാൻ അമ്മേനെ പിക്ക് ചെയ്യാൻ വന്നേക്കാം, നാളെ അത്തച്ചമ്മ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഒരാൾ നന്നാവണമെങ്കിൽ നന്നാവട്ടെ. അങ്ങനെ ഒരാൾ വെച്ചിട്ട് കുറച്ച് പേര് ചിന്ത ചെയ്യുമ്പോഴേക്കും കുറേ പേര് നന്നായി. അങ്ങനെ കുറേ പേര് നന്നാവുമ്പോഴേക്കും എന്താ, ഒരു സൊസൈറ്റി നന്നാവും എന്നാണ് എൻ്റെ പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനായിട്ടാ? അപ്പോൾ പറ്റുന്നതും ഷെയർ ചെയ്ത് നോക്കുക, കൊടുക്കുക. ചെറിയ ആൾക്കാർക്ക് ഷെയർ ചെയ്താൽ മതി. അവർക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. മിക്കവർക്കും തോന്നും പോയിന്റ് ഉണ്ടെന്ന്. പക്ഷെ നമ്മുടെ ചെറിയ ഈഗോയും നമ്മുടെ ചെറിയ എന്താ പറയുക, ഇതും കാരണം കൊണ്ട് നമ്മൾ എന്താ പറയുക, അത് എന്താ പറയുക, നോക്കാണ്ട് പോണതാണ്. അപ്പോൾ ഓക്കെ.